ഇടതുപക്ഷ നേതാക്കന്മാരുടെ വായിൽ നിന്നും പ്രതിപക്ഷത്തെക്കുറിച്ചുള്ള കുറ്റം എങ്ങനെയെങ്കിലും ചോർത്തിയെടുത്ത് അതിനെ വലിയ വാർത്തയാക്കുവാനാണല്ലോ നമ്മുടെ മാധ്യമങ്ങൾക്ക് താല്പര്യം. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിൻ്റെ PR കൊട്ടേഷൻ എടുത്ത സ്ഥിതിക്ക് പ്രതിപക്ഷത്തെ ഭരണപക്ഷം അപമാനിച്ചു, ഇടതുപക്ഷം അപമാനിച്ചു എന്ന് പറഞ്ഞ് കൃത്യമായിട്ടുള്ള PR പണി നടത്തുവാനുള്ള ഒരു ശ്രമമായിരുന്നു മണിയാശാൻ്റെ അടുത്ത് പോയിട്ട് PR മാധ്യമങ്ങൾ ഒരു ചോദ്യം ചോദിച്ചത്. പക്ഷേ മണിയാശാനല്ലേ ആള്, കൃത്യമായിട്ടുള്ളൊരു മറുപടി അതാണ് കൊടുത്തു വച്ചത്. അതും പ്രതിപക്ഷ നേതാവ് VD സതീശനെ കുറിച്ച്. ഇത്രയും വൃത്തികെട്ട ഒരു പ്രതിപക്ഷ നേതാവിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. രമേശ് ചെന്നിത്തല, കരുണാകരൻ, EK നായനാര്, VS അച്യുതാനന്ദൻ, എത്രയോ പേര് നമ്മുടെ പ്രതിപക്ഷ നേതാക്കന്മാരായി തന്നിട്ടുണ്ട്. ഇത്രയും ധിക്കാരി അഹങ്കാരിയായ ഒരു പ്രതിപക്ഷ നേതാവിനെ, ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്നാണ് അദ്ദേഹത്തെ പറ്റിയുള്ള എന്റെ വിലയിരുത്തൽ. നിലപാടുകൾ പറയുമ്പോൾ അതിലാരെയും ഭയക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് കൃത്യമായി മണിയാശാൻ അറിയാം. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കുവാൻ വേണ്ടി മണിയാശാന്റെ അടുത്ത് തന്നെ ഇത്തരത്തിൽ VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചത്. പ്രതിപക്ഷ നേതാവ് എന്താണ്, പ്രതിപക്ഷ നേതാവിനെ കുറിച്ചുള്ള മണിയാശാന്റെ അഭിപ്രായം എന്താണെന്നൊക്കെ ഇവർ കരുതി മാധ്യമങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ പ്രശ്നമുണ്ടാക്കണ്ട എന്ന് കരുതി ഇടതുപക്ഷത്തെ നേതാക്കന്മാർ ഒരുപക്ഷെ സൈലൻ്റായി പോകുമെന്ന്. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. മണിയാശാനെ പോലുള്ള നിലപാടുകൾ കൃത്യമായി പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ മുഖം നോക്കാതെ അവരെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും തൻ്റെ നിലപാടും കൃത്യമായി തുറന്നു പറയുമെന്നതിൻ്റെ ഏറ്റവും നല്ലൊരു തെളിവായി മാറിയിരിക്കുകയാണ് ഈ ഒരു പ്രതികരണം. എന്തായാലും ശരി, പ്രതിപക്ഷത്തിൻ്റെ PR കൊട്ടേഷൻ എടുത്തുകൊണ്ട് ഭരണപക്ഷത്തെ നേതാക്കന്മാരോട്, ഇടതുപക്ഷത്തിലെ നേതാക്കന്മാരോട് കുരുട്ട് ചോദ്യങ്ങളുമായി ചെന്ന മാധ്യമങ്ങൾക്ക് കിട്ടേണ്ട കൃത്യമായിട്ടുള്ള മറുപടി, അവർക്ക് കാശ് കൊടുത്ത് ഈ ചോദ്യം മണിയാശാനോടും ഇടതുപക്ഷ നേതാക്കന്മാരോടും ചോദിക്കാൻ പറഞ്ഞുവിട്ട നേതാക്കന്മാരെ തന്നെ ഏറിൽ കയറ്റി വിട്ടിട്ടുണ്ട് മണിയാശാൻ എന്ന് കൃത്യമായി പറഞ്ഞു വയ്ക്കാൻ പറ്റിയൊരു പ്രതികരണമാണ് നമുക്ക് മുന്നിലുള്ളത്. ഇത്രയും വൃത്തികെട്ട ഒരു പ്രതിപക്ഷ നേതാവിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. രമേശ് ചെന്നിത്തല, കരുണാകരൻ, EK നായനാര്, VS അച്യുതാനന്ദൻ, എത്രയോ പേര് നമ്മുടെ പ്രതിപക്ഷ നേതാക്കന്മാരായി തന്നിട്ടുണ്ട്. ഇത്രയും ധിക്കാരി അഹങ്കാരിയായ ഒരു പ്രതിപക്ഷ നേതാവിനെ, ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്നാണ് അദ്ദേഹത്തെ പറ്റിയുള്ള എന്റെ വിലയിരുത്തൽ. ഇത്രയും വൃത്തികെട്ട ഒരു പ്രതിപക്ഷ നേതാവിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. രമേശ് ചെന്നിത്തല, കരുണാകരൻ, EK നായനാര്, VS അച്യുതാനന്ദൻ, എത്രയോ പേര് നമ്മുടെ പ്രതിപക്ഷ നേതാക്കന്മാരായി തന്നിട്ടുണ്ട്. ഇത്രയും ധിക്കാരി അഹങ്കാരിയായ ഒരു പ്രതിപക്ഷ നേതാവിനെ, ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്നാണ് അദ്ദേഹത്തെ പറ്റിയുള്ള എന്റെ വിലയിരുത്തൽ.